ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 7th സ്റ്റാൻഡേർഡ് നമ്പർ ഇപ്രാവശ്യം നടന്ന പരീക്ഷ പേപ്പറാണ്. ഓണപരീക്ഷയിൽ ഇംഗ്ലീഷ് പേപ്പറാണ് 7th സ്റ്റാൻഡേർഡ്. സോ 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം തന്നിട്ടുണ്ട്. റീഡ് ദി ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ആക്ടിവിറ്റി 1 ഇസ് കമ്പൽസറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 തന്നെ തുടങ്ങാം അല്ലേ? കമ്പൽസറി ആയി തുടങ്ങാം. ഫസ്റ്റ് ആണ് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. സിമ്പിൾ ആണ്. റീഡ് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക. Read the conversation between Rahul and his father. Answer the questions given below. Hey there, my son. What's on your mind today? Dad, I was thinking about robots. I want to make one when I grow up. That's awesome. Robots are really cool. What kind of robots do you want to make? A robot that can play games with me and help me with my homework. That sounds a great idea. Robots can be really helpful. Do you know that robots are already being used in many places, like factories and hospitals? Now, wow, really? What do they do there? Well, in factories, robots can help building things like cars and computers. And in hospitals, robots help doctors and nurses to take care of the patients. Wow, that's so cool. I can't wait to make my own robots. Can you help me get started? Of course, my son, we can start by learning about programming and robotics together. There are many easy ways to start it, like building a simple robot using a kit or even using a programming app on a tablet. Yay! Thank you. Thank you, Dad. I'm going to make the best robot ever. I am excited to see you create. So, അപ്പോൾ പാരഗ്രാഫ് നമ്മൾ വായിച്ചു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What does Rahul want to make? A robot, a mobile phone, a robot, a smartwatch, a computer. ഈസിയാണ് അല്ലേ? അപ്പോൾ കണ്ടവർക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. എന്താണ്? Dad, I was thinking about robot. I want to make one and I grow up. So it's robot. റോബോട്ട് ചെയ്തവർക്ക് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. രണ്ടാം ചോദ്യം നോക്കി. രാഹുൽ നീഡ്സ് എ റോബോട്ട് ടു ഹെൽപ്പ് ഹിം കുക്കിംഗ്, ക്ലീനിങ്, ഡൂയിങ് ഹോംവർക്ക്, ഡ്രൈവിംഗ്. നമുക്കത് നോക്കാം. എ റോബോട്ട് ദാറ്റ് ക്യാൻ പ്ലേ ഗെയിംസ് വിത്ത് മീ ആൻഡ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. എല്ലാ ഉത്തരവും ഇവിടെ പാരഗ്രാഫ് തന്നെയുണ്ട്. പുറത്ത് എവിടെയും പോണ്ട. ഈസിയാണ്. ഈസി നമുക്ക് മാർക്ക് കിട്ടാൻ പറ്റിയൊരു പോർഷനാണ് ഈ കോംപ്രഹെൻസീവ് അല്ലേ? അപ്പോൾ ഫാദർ സേസ് ദാറ്റ് റോബോട്ട് കറന്റ് യൂസ്ഡ് ഇൻ അല്ലേ? ഫാദർ പറയുന്നുണ്ട് റോബോട്ട്സ് കറന്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈബ്രറീസ്, ഹോസ്പിറ്റൽസ്, പ്ലേ ഗ്രൗണ്ട്സ്, റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിന് ഫാദർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞത് ഫാക്ടറീസ് ആണ്, അത് ഓപ്ഷൻസിൽ ഇല്ല ഇപ്പം. വേറെ ഒന്നൊന്ന് ആൻഡ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് അല്ലേ? നോക്കിയാട്ടെ ഈ ഓപ്ഷൻസ് എന്താ ഉള്ളത്? ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ? അപ്പൊ 3 മാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4th മാർക്കിലേക്ക് പോകാം. വാട്ട് കൈൻഡ് ഓഫ് ടാസ്ക് ഡു റോബോട്ട്സ് പെർഫോം ഇൻ ഫാക്ടറീസ് അക്കോർഡിംഗ് ടു ഫാദർ? അപ്പം ഇവിടെ ഫാക്ടറീസിന്റെ കാര്യം പറയുന്നുണ്ട്. വെൽ, ഇൻ ഫാക്ടറീസ് റോബോട്ട് ക്യാൻ ഹെൽപ്പ് ബിൽഡിംഗ് തിങ്സ് ലൈക്ക് കാർസ് ആൻഡ് കമ്പ്യൂട്ടർ അല്ലെ? അപ്പൊ റോബോട്ട് എന്തിനു വേണ്ടി സഹായിക്കുന്നു? കാർസും കമ്പ്യൂട്ടേഴ്സും ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് പാരഗ്രാഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമിലർ ആയ ഓപ്ഷൻസ് നോക്കാലോ. മേക്ക് ഫർണിച്ചർ അല്ല. മേക്ക് ടെലിവിഷൻസ് ആൻഡ് റേഡിയോ നോ. Make agricultural tools? No, no. So option D is the correct answer. Building things like cars and computers. How can we start learning about programming and robotics? അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ? റോബോട്ടിക്സിനെ പറ്റി പഠിക്കാൻ പറ്റുന്ന ചോദ്യം. പാരഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? Of course, my son, we can start learning about programming and robotics together. There are many easy ways to start. It's like building a simple robot using a kit or even a programming app on tablet. By reading books, by watching TV shows, by building a simple robot using a kit. By visiting a robot museum. അപ്പോൾ ഇവിടെ ഉള്ളത് ഇതാണ്. സിമ്പിൾ കിറ്റ് ഉപയോഗിച്ച് വരെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് 5 മാർക്കും കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം.